അത് എൻ്റെ ഒരു ഇളാമുണ്ട്, റംല ടീച്ചർ, അത് മരിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ജ്യേഷ്ഠന്റെ മകളും അവളെ കുട്ടിയുണ്ട്, ഷക്കീല എന്ന് പേര് പറഞ്ഞിട്ട്. അപ്പോൾ ജ്യേഷ്ഠനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പൊള്ളാച്ചിക്ക് എത്തണുള്ളൂ എന്നാണ് ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞത്. ഇപ്പോൾ വണ്ടിന്റെ ഡ്രൈവർ മരിച്ചേക്കണം. അദ്ദേഹം പെരിന്തൽമണ്ണ സ്വദേശിയാണ്, മഴവട്ടത്തുള്ള വണ്ടിയാണ്. അങ്ങനെയൊക്കെയുള്ള മുഴുവൻ റിപ്പോർട്ടുകൾ അറിയില്ല, കുറേയൊക്കെ അറിഞ്ഞുള്ളൂ. അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ. ഇല്ല, അവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രോപ്പറായിട്ടുള്ള വിവരങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു കേൾക്കുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒന്നും അറിയാതെ അങ്ങനെ പറയാനുള്ള ചെറിയ പ്രയാസങ്ങളുണ്ട്. ആരെങ്കിലും പോയിട്ടുണ്ടോ? അല്ല, അറിയുന്ന ഒരുപാട് ആളുകൾ അവിടെ പോയിട്ടുണ്ട്. പിന്നെ അവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ എത്തുന്നേ ഉള്ളൂ, ചില ആളുകൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്താണ് അവിടുത്തെ സ്ഥിതിഗതികൾ എന്നുള്ളത് കൃത്യമായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്താ പറയുന്നത്? പക്ഷെ അവർക്കും തന്നെ അവർ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വ്യക്തമായൊരു ചിത്രം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അല്ല, കൂടുതൽ ആളുകൾ ആണ് പോയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എപ്പോഴാണ് ഇവിടെ അറിയുന്നത്? ഇവിടെ അറിയുന്നത് ഒരു 6 മണി 7 മണിയോട് കൂടിയാണ് അല്ലേ? 5:30 മണിയോട് കൂടി. ഈ പ്രദേശത്തുള്ള കുറെ ടീച്ചേഴ്സ് ഉണ്ട്. പിന്നാമന്തോളിലാണ് ഹെഡ് ടീച്ചർ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതില് അവിടെ പോയ ആരെങ്കിലും വിളിച്ചിട്ടില്ല? ആള് എത്തിയിട്ടില്ല എന്നാണ് കറക്റ്റ്. ഈ സംഘം എപ്പോഴാണ് ടൂർ പോയത്? എന്തെങ്കിലും ഇന്ന് രാവിലെ പോയതാണ്. ഒരു 1 ഡേ ടൂറിനാണ് പോയതെന്നാണ് വിവരം അറിയാൻ കഴിഞ്ഞത്. അതില് എല്ലാവരും ഒരേ സ്കൂളിലെ അധ്യാപകരും അവരെ കുട്ടികളും അവരെ ഈ സ്കൂളിലെ ഒരു പാചകം ചെയ്യുന്ന ഒരു സ്ത്രീ അടക്കമുള്ള ആളുകളാണ് പോയിട്ടുള്ളത്. ഇനിയിപ്പോ ഇവിടുന്ന് പോയവരൊക്കെ ആശുപത്രിയിലേക്കാണോ പോയത്? ഒക്കെ ഹോസ്പിറ്റലിലാണ് പോയിട്ടുള്ളത്. ഇപ്പോ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല അല്ലേ? അവിടുന്ന് എന്റെ മകളുണ്ട് അതില് ആണ് കിട്ടുന്നുള്ളത്. ഇപ്പോ ഇതില് 16 പേര് പോയി എന്ന് പറയുന്നുണ്ട്. 12 പേര് മരിച്ചാൽ നമുക്ക് ഡീറ്റെയിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റും ടീമും ഇപ്പോൾ പോയിട്ടുണ്ട് കോയമ്പത്തൂർക്ക് മരിച്ചവരെ അങ്ങോട്ട് മാറിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ രാവിലെയാണ് പോസ്റ്റ്മോർട്ടം. അപ്പോൾ അവിടെ സംഘടന അവരുടെ ഡീറ്റെയിൽ എടുക്കാൻ നമുക്കൊരു മാർഗമില്ല. ഇന്നലെ രാത്രി അവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ എച്ച് എം അടക്കം സ്കൂളിൽ നിന്ന് ഡീറ്റെയിൽ എടുക്കാൻ ചാവികൾ പോലും ഇല്ല. അതൊക്കെ ആ സമയത്ത് പോകുന്നുണ്ട്. പിന്നെ മരിച്ചതിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള മാഷുണ്ട്, അയാൾ വൈഫുണ്ട്, അയാൾ വീട്ടിലാരുമില്ല. നമുക്ക് അങ്ങനത്തെ ഡീറ്റെയിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓട്ടത്തിലാണ്. അതെന്ത് ചെയ്യുന്നുണ്ട് സങ്കടകരം. എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇവിടെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്താറില്ല, ഒന്നും പുഴക്കായിട്ട് വരിക. എന്താണ് പറയണത്? നിലവിൽ അവിടെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? നമ്മുടെ എത്തിയതായി ഇവരൊന്നും കിട്ടിയിട്ടില്ല. മെമ്പറും കൂടിയാണ് ഞാൻ പുഴക്കാട്ട് നടപടികൾ എന്താണെന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. നമുക്ക് കിട്ടുന്ന വിവരത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് രക്ഷാപ്രവർത്തനത്തിനും തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സംഘം അങ്ങോട്ട് പോയിട്ടുണ്ടോ? ആളുകൾ പോയിട്ടുണ്ട്, പല ആളുകളും പോയിട്ടുണ്ട്. എത്ര മണിയോട് കൂടിയാ പോയ എല്ലാവരും? ഒക്കെ ഒരു 5-6 മണി 7 മണിക്കൊക്കെയാണ് ഇങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ വിവരങ്ങൾ പോകുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ പോകുന്ന വിവരം വരുന്നുണ്ട്. അത് ഈ പഞ്ചായത്തിൽ നിന്നുള്ള പഞ്ചായത്തുനിന്നും പുഴക്കാട്ടിരി പഞ്ചായത്തിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്ന് പോയ വിവരമുണ്ട്. അവിടുത്തെ സംഘം പോയിട്ടുണ്ട്. അവിടുത്തെ ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ട ബസ് ഓണേഴ്സിന്റെ ആളുകൾ പോയിട്ടുണ്ട് പെരിന്തൽമണ്ണയിൽ നിന്ന്. അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. നാട്ടുകാരനാണ്. ഈ അധ്യാപകരൊക്കെ നേരത്തെ പരിചയമുണ്ടോ? 1-2 പേരെയൊക്കെ നമ്മൾ അറിയുന്നതാണ്, നമ്മളെ അയൽപക്കത്തൊക്കെ ഉള്ളതാണ്. അവിടെ അടുത്ത വാർഡ് BLO നമ്മളെ ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. നമ്മളെ ടീച്ചർ മരിച്ചു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഒരു കുട്ടി ഒഴികെ ബാക്കിയുള്ളവരൊക്കെ അവസ്ഥ കുറച്ച് 10-11 പേര് മരണപ്പെട്ടു. അതിൽ 2-3 പേരുടെ അവസ്ഥ വളരെ ഗുരുതരമായിട്ട് തുടരുകയാണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഉൾപ്പെടെ അതുകൊണ്ട് എല്ലാ വീടുകളിലും പരിചയമുള്ളവരായിരിക്കും. യെസ് തീർച്ചയായിട്ടും. ഇപ്പോൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മുഖമാണ്.